ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലുള്ള ശ്രീരാഗം ഗാർഡൻസിലാണ്. ഈ നഴ്സറിയുടെ ഓണറും ഒക്കെയായ ശ്രീമതി ലത ഇന്ന് എന്നോടൊപ്പം ഉണ്ട്. ലതയോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. ഹായ്, നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു നഴ്സറി തുടങ്ങാനിടയായ സാഹചര്യം? നഴ്സറി തുടങ്ങാനുള്ള സാഹചര്യം എന്ന് പറയാൻ ചേച്ചിയും ചേട്ടനുമായത് യഥാർത്ഥത്തിൽ തുടങ്ങിയിരിക്കുന്നത് അവർ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് നേരത്തെ ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. സ്കൂളിൽ പോയിട്ട് വന്നാലും ചേച്ചി എന്നാണെങ്കിൽ ചെടിയുടെ മൂട്ടിൽ നിന്ന് മാറത്തില്ല, ചെടിയോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെയായി ഈ പെൻഷനായപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് തുടങ്ങിയ സംരംഭമാണ്. പിന്നെ എല്ലാം ഇഷ്ടംപോലെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സ് ആയാലും ചെടിയായാലും എല്ലാ ഐറ്റങ്ങളും അങ്ങ് തുടങ്ങി. വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ കസ്റ്റമറിനെയായിരുന്നു നല്ല ഇതായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നഴ്സറിയൊക്കെ ഒന്ന് പരിചയപ്പെടാം, നമുക്കൊന്ന് ചുറ്റി കാണാം. പിന്നെന്താ. ഓക്കെ, നമുക്ക് ഈ പ്ലാന്റ്സിന്റെ കളക്ഷനൊക്കെ കാണാം. ഇതൊക്കെ ഏത് പ്ലാന്റ്സ് ആണ്? ഇത് മൈസൂർ ഡാലിയ. ഒരുപാട് ദിവസം ഈ പൂ നിൽക്കും, പെട്ടെന്നൊന്നും ഇത് പന്നലായി പോകത്തില്ല. നല്ല മഞ്ഞ കളറിലെ ഈ പ്ലാന്റ് ജർബറ അല്ലേ? ജർബറ. ഇത് ഒരുപാട് ആൾക്കാർ ഇത് ഇറക്കുമ്പോഴേ എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെടി. വെറൈറ്റി. ഇവിടെ ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ ധാരാളം ഇരിപ്പുണ്ട്. പിന്നെ സാധാരണ പിന്നെ സീസൺ ടൈമിൽ അല്ല ഇവിടെ കടലാസ് ചെടി ഉള്ളത്, അല്ലാതെ കടലാസ് ചെടികളെല്ലാം നല്ല വെറൈറ്റി ആയിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. എല്ലാ കളക്ഷൻസും ഉണ്ട്. ഇതൊക്കെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കാനായിട്ട്. ഇത് പിന്നെ ആണെങ്കിൽ തറയിലൊക്കെ വിരിക്കാമല്ലോ. സിറ്റ് ഔട്ടില് ബാംഗ്ലൂർ സ്റ്റോൺ എല്ലാം ഉണ്ട്. പിന്നെ ഇത് താമരയൊക്കെ എല്ലാ ലാൻഡ്സ്കേപ്പിന്റെ വർക്കുകളും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊക്കെ റേറ്റ് ഒക്കെ എന്തൊക്കെയാണ്? ഇതിന് റേറ്റ് 7,500 രൂപ വരും. ഓക്കെ. ഇത് ഗാർഡനിൽ സെറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ടീപ്പോയും എല്ലാം ഉൾപ്പെടെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സംഭവം എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. ഇതൊക്കെ എന്താണ്? ഇത് ലോട്ടസ് പൂള്. അത് അതിന്റെ ചെറുതര. നല്ല ഓർക്കിഡിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. നല്ല ഓർക്കിഡിന്റെ കളക്ഷൻസ് ഉണ്ട്. അതാണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റിയാണ്. അതാണ്ട് ഈ വെള്ളയൊക്കെ ധാരാളം പോകുന്നുണ്ട്. വെള്ള ഇതിനകത്ത് തന്നെ മഞ്ഞ ഇതിന്റെ ഷെയ്ഡുള്ളതുണ്ട്. നല്ല രസമുണ്ട്. ഇതൊക്കെ നല്ല ഇതാണ്ട് ഇത് കണ്ടാണ്ടോ? ഇത് തന്നെ തടിയുടെ ഇത് വെച്ച് അത് കണ്ടു കഴിഞ്ഞാൽ മരക്കുറ്റി ആന്നേ പറയത്തുള്ളത്. മരക്കുറ്റി മുറിച്ച് വെച്ചോണ്ടിരിക്കും. ദാണ്ട് ഈ ഇരിക്കുന്ന എല്ലാം അതാണ്ട് ഇത് കണ്ടോ? നല്ല പ്ലാവിന്റെ കാതലിന് ചെയ്തതിന്റെ കൂട്ട് അത് അന്നേ പറയത്തുള്ളൂ. അതിന്റെ മനോഹാരിത വരുന്നത്. ദാണ്ട് ഇത് തന്നെ നോക്ക്. അതാണ്ട് പ്ലാവിന്റെ കാതല് തന്നെ. ഇത് കണ്ടില്ലേ? പഴയ തടി. സിമെന്റ് കൊണ്ട് ചെയ്ത വർക്ക്. കണ്ട ഒറിജിനാലിറ്റി ഉണ്ട്. ലക്കി ബാമ്പു വാങ്ങുന്ന സംഭവമായത്. കിച്ചണിലൊക്കെ വെച്ച് ഇതിന്റെ ചെറുതുണ്ട്. ഇതുണ്ട്. കസ്റ്റമറുടെ കാശ് അനുസരിച്ച് ഇവിടെ ഉണ്ട്. രണ്ട് ബോൺസായി. ഇത് ബോൺസായി. ഇതൊക്കെയാണെങ്കിൽ ഫൈക്കസ് ബോൺസായി. ഇതൊക്കെയാണെങ്കിൽ 5-6 എണ്ണം ഇറക്കി വെച്ചാൽ ഇപ്പം ഈ ഒരെണ്ണേ ഉള്ളൂ. എല്ലാം പോകും. ദാണ്ട ഇതും ബോൺസായിയാ. കണ്ടോ? ദാണ്ട ഇതിങ്ങനെ പിന്നി വെച്ചിരിക്കുക ബോൺസായി. തലമുടി പിന്നി വെച്ചതിൻ്റെ കൂട്ട്. ഇത് ഹാങ്ങിങ് ഫേണ്.
അത് രണ്ടും എടുക്ക. CC പ്ലാന്റ് വലുത്. സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി. സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അത് CC പ്ലാന്റ്. CC പ്ലാന്റ് വലുതാണ്. ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട്. ബ്ലാക്ക് കളറിലുണ്ട്, ഗ്രീൻ ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഇവിടെ കസ്റ്റമറിൻ്റെ ആ കയ്യിലെ കാശനുസരിച്ച്. എന്ന് വെച്ചാൽ ഇതൊക്കെയാണെങ്കിൽ നല്ല വിലയുള്ളത്, അത് വേണ്ടുന്നവർക്ക് അത് കൊടുക്കാം. അത് പക്ഷേ ചെറിയ റേറ്റിന് വരുന്നവർക്ക് അത് കൊടുക്കാം. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാത്തരം പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. CC പ്ലാന്റിന്റെ ഒക്കെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതൊക്കെ ഈ പ്ലാന്റിന്റെ പേരെന്താണ്? നേരത്തെ തൊട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. കലാഞ്ചിയ എന്ന് പറയുന്ന മോഡൽ ചെടിയാണ് ഇത്. പിന്നെ ഇത് ഡാലിയ. ഡാലിയൊക്കെ പണ്ടോട്ടെ ആൾക്കാർ വാങ്ങുന്നത്. ഡാലിയയുടെ പല ഇതേത് കളറാ? ഇവിടെ നല്ല റോസയുടെ കളക്ഷൻ ഉണ്ടല്ലേ. കളർ റോസ. തെറ്റി. റോസ അടിപൊളി തെറ്റിയുണ്ട്. തെറ്റി. ഈ റോസയൊക്കെ പ്ലാന്റ്സ് നോക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്നോളൂ. ഇവിടെ കണ്ട് ഇവിടെ ഇരിപ്പുണ്ട് റോസയുടെ കളക്ഷൻസ് നല്ലോണം ഉണ്ട്. നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നല്ല നല്ല പ്ലാന്റ്സ് ആഗ്രഹിക്കുന്നവർ ഇവിടെ ശ്രീരാഗം നഴ്സറി കൊട്ടാരക്കരയിലേക്ക് വരിക. നല്ല കളക്ഷൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ. അങ്ങോട്ടെല്ലാം നഴ്സറി ഉണ്ട്. ഇവിടെ എല്ലാം ഒരുപാട് പ്ലാന്റ്സ് ഇരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് വലിയ മാവൊക്കെ മാങ്ങ പിടിച്ച എല്ലാം ഉണ്ട്. മാങ്ങ പിടിച്ച ഇതൊക്കെ മാങ്ങ പിടിച്ചതാ. അതൊക്കെ മാങ്ങ പിടിച്ചതാ. മാങ്ങോ കർപ്പൂര മാങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ ഏത് തരം പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ ധൈര്യം കൂടെ പോകുന്നോളൂ. എല്ലാം ഇവിടെ ഉണ്ട്. കണ്ട മോനെ ഇത് അരാലിയയുടെ വലിയ ഐറ്റം. നല്ല രസമാണ്. അത് വൃത്തിയായിട്ട് നിൽക്കുന്ന ഈ അരേലിയ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഉജീനിയ. ഈ പ്ലാന്റ് എനിക്ക് ഇഷ്ടമാണ്. നല്ല രസമാണ് ഇത് കാണാൻ. പിന്നെ നമ്മളൊരു ഷേപ്പിലൊക്കെ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് താമരയോ പ്ലാന്റിന്റെ പേരെന്താണ്? പെട്രിയ. ഇതിന് പൂ കാണാൻ നല്ല രസമാണ് അല്ലേ. നല്ല വയലറ്റ് കളറിലെ നല്ല കൊലയായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ കളറിന് എന്തായിരുന്നു പറയുന്നത്? ഈ ഒരു പ്രത്യേക കളറാണല്ലോ. എന്തായിരുന്നു? വയലറ്റ്. വയലറ്റ് അല്ല, വേറൊരു കളറാണ്. നല്ല രസമുള്ള കളറാണിത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഒരുപാട് തൈകൾ ഇവിടെ ഉണ്ട്. നല്ല രസമാണ് ഇത് കാണാൻ. ഇതിൻ്റെ പൂവ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിൻ്റെ ഈ നീണ്ട കളറിൽ ഇങ്ങനെ കിടക്കുന്ന അതാണ് ഒരുപാട് ഇനി കൊലയായിട്ട് പിടിച്ചു വരും. നല്ല കാണാനേ ഒരുപാട് രസമാണ്. ഈ ഗേറ്റിൻ്റെ ഒക്കെ അവിടെയൊക്കെ അതായിട്ട് നമുക്ക് വളർത്തി വിടാവുന്ന ചെടിയാണിത്. പൂ പിടിച്ച് ഇങ്ങനെ കിടക്കും. ഗേറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് രണ്ട് സൈഡിലായിട്ടൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. പിന്നെ അതുപോലെ ഇവിടെ പേരയുടെ തൈകൾ, ഫലവൃക്ഷ തൈകളൊക്കെ ഒരുപാട്. എല്ലാ ഫലവൃക്ഷ തൈകളെല്ലാം ഉണ്ട്. പിന്നെ പ്ലാവ് ഒക്കെ ഉണ്ട്. നല്ല വെറൈറ്റി ഇനം പേരയാണിത്. ഇത്
ഇത് ഫൈക്കസിൻ്റെ വെറൈറ്റി. ഫൈക്കേസിന്റെ വൈറ്റ് കളർ വെറൈറ്റിയാണ്. ഒരുപാട് കളക്ഷൻസ് ചെടികൾ നിങ്ങൾ നോക്കി നടക്കുന്ന റെയർ പ്ലാന്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഒന്ന് zoom ചെയ്ത് അത് ഓർക്കിഡിൻ്റെ ഓർക്കിഡാ കലാങ്കാലാന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കണ്ട് ഇങ്ങോട്ടുണ്ട്. ഇതിൽ പൂവൊക്കെ പിടിച്ചിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് താമരയുടെ ഒക്കെ ഫേണ് ആ നിന്ന ഹാങ്ങിങ്ങിൻ്റെ ആയത്. ഇത് നമ്മൾ തറയിലൊക്കെ വെക്കാം. നല്ല രസമാണ് ഈ ഫേൺ കാണാൻ. ഒരു വെറൈറ്റി ലുക്കാണ്. പ്രത്യേക ലുക്കാണ്. നമുക്ക് ആ ഒരു ഗാർഡനിൽ ഒരു ഫേൺ ഇതാണ്ട് വേറെ വെറൈറ്റി ഒരു ഫേണുണ്ട്. ഇതാണ്ട് ആ ആ ഈ ചെടിയുടെ പേരാണ് മോൺസ്ട്ര. അപ്പോൾ നമുക്കിത് ഈ പ്ലാന്റ് മോൺസ്ട്ര പ്ലാന്റുകൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വരിക. നല്ല ഒരു പ്ലാന്റാണിത്. നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ഒരു ലീഫൊക്കെ കാണാനൊരു പ്രത്യേക വെറൈറ്റിയാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പ്ലാന്റ് നല്ല രസമല്ലേ കാണാൻ? അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. വെറൈറ്റി നിങ്ങൾ വെറൈറ്റി തേടുന്നവരാണെങ്കിൽ ഉറപ്പായി നമ്മുടെ ശ്രീകാര്യത്തിലേക്ക് വരിക. ഇതെല്ലാം തണലാഗ്രഹിക്കുന്ന ചെടികളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡോറായിട്ടും നമുക്ക് വെക്കാൻ സാധിക്കുന്ന ചെടികളാണ്. നല്ല രസമുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാം നല്ല കളക്ഷൻ. ഇൻഡോർ പ്ലാന്റിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അവിടോട്ടും ഇരിപ്പുണ്ട്. കുറേ പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ തന്നെ നല്ല കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സ്, എല്ലാത്തരം മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കി കാണാൻ സാധിക്കും എല്ലാത്തരം. ഇതിൻ്റെ പേരെനിക്ക് തോന്നുന്നത് കറുകാപ്പട്ടയുടെ തൈയാണ്. അതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ വരിക. അതുപോലെ എല്ലാത്തരം പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ചാമ്പയുടെ ഒക്കെ തൈകൾ, ഞാവലിൻ്റെ തൈകൾ ഒക്കെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കാണിക്കാവേ. അങ്ങോട്ട് പോയി നിൽക്കാൻ പറ്റത്തില്ല. ഈ ഒരു മാവിനും മാങ്ങ പിടിച്ച് നിൽക്കുന്ന കൂട്ടുകാരെ അടിപൊളിയാണ്. അത് പഴുക്കാറായി നല്ല നിറഞ്ഞ് നിൽക്കുകയാണ്. അത് കുറയ്ക്കാം. ഏതെല്ലാം ടീച്ചറിൽ മാങ്ങ നിൽക്കുന്ന മാവിൻ്റെ തൈകൾ ഇത് ഫൈക്കസ് പറയുന്ന പ്ലാന്റാണ്. പ്ലാന്റ്സ് നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായും ശ്രീരാഗത്തിനെ കോൺടാക്ട് ചെയ്യുക. ചെറിയ തോതിൽ തുടങ്ങിയ ഈ ഒരു നഴ്സറി ഇന്ന് ഇത്രയും വിപുലമാക്കിയെടുത്തതിൽ ഗീത ചേച്ചിയും ചേട്ടനും വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ നഴ്സറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് ഇവരുടെ
അനിയത്തിയായ ലത നമുക്ക് ആദ്യം നമ്മുടെ വീഡിയോയിൽ ആദ്യം വന്ന് എല്ലാം പരിചയപ്പെടുത്തിയൊക്കെ തന്ന ലത മേഡം. ഇവിടെ നല്ല സ്നേഹമുള്ള ചേട്ടനും ചേച്ചിയും ലത മേഡവും ഒക്കെയാണ്. എല്ലാവർക്കും നല്ല സ്നേഹമാണ്. പ്ലാൻസൊക്കെ വന്ന് നോക്കാൻ വന്നാൽ എല്ലാം എടുത്ത് തരാനും നമ്മളോട് നല്ല സ്നേഹമുള്ള എല്ലാവർക്കും നല്ല സ്നേഹമാണ്. പെൻഷൻ ആയി വീട്ടിൽ വെറുതെ ഇരിക്കാതെ അവർ രണ്ടുപേരും കൂടെ തുടങ്ങിയ സംരംഭം ഇന്ന് ഈ നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ചിങ്ങം 1 മുതൽ ഇവിടെ ഓഫറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചെടികൾ വാങ്ങാനൊക്കെ താല്പര്യമുള്ളവർ ഉറപ്പായും ശ്രീരാഗം നഴ്സറിയിൽ കടന്നു വരിക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. ശ്രീരാഗം നഴ്സറിയിൽ വന്ന് ഒരു വീഡിയോ എടുക്കാനും എനിക്ക് ഇടയായതിന് സന്തോഷമുണ്ട്. ഈ അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് കിട്ടിയത്. ഈ ചേട്ടനും ചേച്ചിയും കൂടെ ഒരു നല്ല രീതിയിൽ ഒരു സന്തോഷത്തോടെയാണ് ഇവിടെ ഒരു നഴ്സറിയിൽ നിൽക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. നല്ല പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.